കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെ പഠിപ്പിച്ചിട്ടില്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സില്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? ആണോ? നല്ല പഠിക്കുമായിരുന്നോ? അസലായിട്ട് പഠിക്കും. സതീശൻ വരുമോ? എനിക്ക് മോനെ കാണാൻ കൊതിയുണ്ട്. ടീച്ചറാവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ട്. തിരക്കിലും തന്നെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച പ്രൈമറി ക്ലാസ്സിലെ ടീച്ചറുടെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം തേടി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്നലെ ഉച്ചയ്ക്കാണ് മുഖ്യമന്ത്രി എറണാകുളം മരട് മംഗലപ്പള്ളിയിലെ ഭാർഗവിയമ്മ ടീച്ചറുടെ വീട്ടിലെത്തിയത്. എന്റെ പൊന്നു മക്കളെ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു രംഗം കണ്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. നമ്മളൊക്കെ പണ്ട് പഠിച്ച നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണിച്ചു തരാം. 4ാം ക്ലാസ്സിൽ വി ഡി സതീശൻ സാറിനെ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു ആഗ്രഹം, താൻ പഠിപ്പിച്ച തൻ്റെ മകനെന്ന് വിളിക്കുന്ന വി ഡി സതീശനെ ഒന്ന് കാണണമെന്ന്. അധികാര പദവികളും എല്ലാം ഒഴിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ടീച്ചറിനെ കാണാനായിട്ട് ചെന്നു. എന്റെ മക്കളെ, ആ സീൻ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോകും. അത് മാത്രവുമല്ല, നമ്മളെ പഠിപ്പിച്ച ആ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബെഞ്ചിൽ ഇരുന്നതും അതോടൊപ്പം തന്നെ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെയും ഒക്കെ നമുക്കും ഓർമ്മ വരും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ഇടണം. വീഡിയോ മാക്സിമം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളത് ഞാൻ ഇതിനോടൊപ്പം സൂചിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. 4ാം ക്ലാസ്സിൽ വി ഡി സതീശൻ സാറിനെ പഠിപ്പിച്ച ആ ടീച്ചറിന്റെ ആ ഇപ്പോഴത്തെ അവസ്ഥ, ആ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ, വി ഡി സതീശൻ സാർ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഒന്ന് കേട്ടെ. ടീച്ചർ എന്താ നോക്കുന്നേ? എന്റെ മോനെ കാണാനായിട്ട്. ആരാ മോൻ? വി ഡി സതീശൻ. മോനെ വിളിക്കുക. മോനാണ് തോന്നുന്നത്. ഇന്ന് വരുന്നുണ്ടെന്ന് കേട്ടൂലോ കാണാൻ. ഇന്ന് വരുന്നുണ്ടോ മോൻ കാണാൻ? വരുന്നുണ്ടോ എന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ ആ ഒരു ഇത് കണ്ടു, ആ ഒരു നോട്ടം, ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. വി ഡി സതീശൻ വരും, ഞാൻ പഠിപ്പിച്ച മകൻ എന്നെ കാണാൻ വരുമെന്നുള്ള ഒരു ആകാംക്ഷയോടെ ഇരിക്കുന്ന ആ ഒരു ടീച്ചറിന്റെ ആ മുഖമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളെയൊക്കെ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ എത്രയോ വിദ്യാർത്ഥികൾ നല്ല നല്ല ലെവലിൽ എത്തിപ്പോയിട്ടുണ്ട്. എന്നാൽ പലരും തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടാകില്ല ഈ പഠിപ്പിച്ച ടീച്ചർമാരെ. എന്നാൽ ഇവിടെ വ്യത്യസ്തനാക്കുന്നത് ഈ വി ഡി സതീശൻ സാറ് സത്യം പറഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ വേണം വിദ്യാർത്ഥികൾ. പഠിപ്പിച്ച ടീച്ചർമാരെ കുറിച്ചുള്ള ഓർമ്മ വേണം. അവരെ ഒന്നും മറന്നു പോകാതെ അവരെന്താണ് എന്നെ പഠിപ്പിച്ചത്, അവരെ എൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു എന്നുള്ള ഒരു ചിന്തയുടെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടെ. ആണോ? അപ്പൊ അവരൊന്നും പറഞ്ഞില്ല വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ തോന്നുന്ന മനസ്സിലിപ്പം? വരുന്നുണ്ട്, കാണാനായിട്ട് വിഷമമായിട്ടിരിക്കുന്നത്. വി ഡി സതീശൻ സാർ വരുന്നു, വീട്ടിലേക്ക് കയറുന്നു. മോനെ മോനെ എന്നെ മറന്നോ? പിന്നെ മറക്കണോ? ഞങ്ങൾ എപ്പോഴും വീട്ടിൽ പറയും എന്നെ കാണാൻ വന്നു. ഞാൻ അറിയില്ല. പിന്നെ ഞാൻ ഞാൻ അന്ന് ഇവര് വന്നപ്പോഴേ നന്നായി വരും കേട്ടോ. അമ്മയ്ക്ക് സന്തോഷമുണ്ട്. വല്ലാണ്ട് ആ സീൻ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഒരമ്മ കരുതുന്ന പോലെ, 4ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കൊക്കെ അത്രയും വയസ്സേ ഉണ്ടാകത്തുള്ളൂ. ആ സമയത്ത് ഒരു അമ്മമാർ കരുതുന്നത് പോലെ തന്നെ ആയിരിക്കും ഒരു ടീച്ചർ നമ്മളെ കരുതുന്നത്. ഇവിടെ ആ ടീച്ചർ കാണിക്കുന്ന സ്നേഹം കണ്ടോ? ആ വേർപ്പൊക്കെ തട്ടിക്കളയുന്നു, ആ മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളെയും നമ്മുടെ ടീച്ചർമാര് ഇതുപോലെയൊക്കെ പഠിപ്പിക്കുകയും ഇതുപോലെ നമ്മളെ അമ്മമാർ നോക്കുന്ന പോലെയൊക്കെ നോക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര ഉയരത്തിലും എത്ര കാശ് വാരി കൂട്ടുമ്പോഴും നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ കുറിച്ച് ഒന്ന് ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത്ര അധികാരവും പദവിയും ഉണ്ടായിട്ടും ആ ടീച്ചറിന്റെ മുമ്പിൽ അന്ന് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയുടെ ആ ലെവലിൽ പോയി കുത്തിയിരിക്കുന്ന ആ ഒരു മനുഷ്യനെ കണ്ടില്ലേ?
അദ്ദേഹത്തിന് എന്താ പറയുക അഹങ്കാരത്തിന്റെയോ അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ വലിയ അധികാരിയാണ്, ഞാൻ ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നൊന്നും പുള്ളിക്കാരനില്ല. പുള്ളിക്കാരൻ ഇപ്പോഴും അച്ചടക്കത്തോടുകൂടിയും ഒതുക്കത്തോടും കൂടി 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആ ടീച്ചറിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു സീൻ സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യും. നന്നായി വരും കേട്ടോ. എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. എന്നാലും അമ്മയ്ക്ക് സന്തോഷമുണ്ട്. പിന്നെ പറയാ വിശപ്പല്ലാണ്ട് തിരക്കേറിയ ഭരണത്തിന്റെ ഇടവേളകളിൽ ഓർമ്മകളുടെ പഴയ പുസ്തകം തുറക്കുമ്പോൾ തെളിയുന്ന മുഖങ്ങളുണ്ട്. അത് കേവലം ഒരു അധ്യാപികയല്ല, താനെന്ന വ്യക്തിയെ വാർത്തെടുത്ത അക്ഷരങ്ങളുടെയും അച്ചടക്കത്തിന്റെയും ഉറവിടമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ 4ാം ക്ലാസ് അധ്യാപികയെ കാണാനെത്തിയ നിമിഷം കേരളം കണ്ടത് അധികാരത്തിന്റെ തിളക്കത്തെക്കാൾ ഉപരി ഗുരുഭക്തിയുടെ ഹൃദയസ്പർശിയായ ഒരു ദൃശ്യവിരുന്നാണ്. ഗ്ലോബൽ വാർത്തയിലൂടെ പുറത്തുവന്ന അധ്യാപികയുടെ ആഗ്രഹം സമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു. സതീശൻ വരുമോ? എനിക്ക് മോനെ കാണാൻ കൊതിയുണ്ട്. ടീച്ചറാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഏറ്റവും വലുത്. ഉയരങ്ങളിൽ എത്തുമ്പോഴും തന്നെ വളർത്തിയ കൈകളെ മറക്കാത്ത ഒരു ശിഷ്യന്റെ എളിമ പുതിയ തലമുറയ്ക്ക് വലിയൊരു പാഠമാണ്. ഈ കൂടിക്കാഴ്ച കേവലം ഒരു വ്യക്തിപരമായ സന്ദർശനമായിരുന്നില്ല. സർ, ടീച്ചറുടെ അടുത്ത് അടി കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കുസൃതിയായിരുന്നു, ടീച്ചർ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു, എന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു. അമ്മയെ പോലെ ആയിരുന്നു. പിന്നെ എന്റെ അമ്മയുടെ കൂട്ടുകാരിയും കൂടെ ആയിരുന്നു. അമ്മയെ നന്നായിട്ട് അറിയായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു, നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. 4ാം ക്ലാസ്സിൽ എന്റെ ക്ലാസ് ടീച്ചറാണ്. മറിച്ച് കാലം മാറ്റിമറിച്ച തിരക്കുകൾക്കിടയിൽ പലരും മറന്നുപോകുന്ന ഗുരു ശിഷ്യബന്ധത്തിന്റെ ഉദാത്തമായ മാതൃകയായിരുന്നു. ഒരു കാലത്ത് ക്ലാസ് മുറിയിൽ വിരലുകൾ കൊണ്ട് അക്ഷരങ്ങൾക്ക് ജീവൻ വെപ്പിക്കാൻ പഠിപ്പിച്ച അധ്യാപികയുടെ മുന്നിൽ ഇന്ന് നാടിന്റെ ഭരണസാരഥി വിനയത്തോടെ ഇരുന്നു. അധികാരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോഴും മണ്ണും വേരുകളും മറക്കാത്ത ഒരു വ്യക്തിത്വത്തെയാണ് ജനങ്ങൾ ഇവിടെ തിരിച്ചറിയുന്നത്. അധ്യാപകർ അക്ഷരം പഠിപ്പിച്ച ടീച്ചറിന്റെ മുമ്പിൽ വിനയനായി വന്നിരിക്കുന്ന മുഖ്യമന്ത്രി. ഈ ഒരു സീൻ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷവും അതോടൊപ്പം തന്നെ എനിക്ക് എന്താ പറയുക എന്തോ ഒരു ഫീലിംഗ് എന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഇവിടെ കമന്റ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാടുകളുള്ള, ശക്തമായിട്ട് പ്രതികരിക്കുന്ന, എല്ലാ വിഷയത്തെക്കുറിച്ചും അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ വി.ഡി. സതീശൻ സാർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. പ്രതിപക്ഷമായാലും പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അത്രമാത്രം ഒരു ഇതുണ്ട്. കാരണം ഓരോന്നിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ല ദീർഘവീക്ഷണത്തോടു കൂടി പറയുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് തോന്നും. എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കിയേ നിങ്ങൾ. അതായത് 20,500 കോടി ഇനി ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്, അത് ഒന്നുമില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോ. ഇതൊരു റിവൈസ്ഡ് ബജറ്റാണ്. റിവൈസ്ഡ് ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,500 കോടി ഇല്ല. ഞാൻ 20,500 കോടി ഉണ്ടാക്കേണ്ട ഇന്ദ്രജാലം കാണിക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. 20,500 കോടി ഇല്ല, അത് ഞാൻ ഉണ്ടാക്കണം. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഉണ്ടാക്കിയാലേ ഉള്ളൂ ഈ പ്ലാൻ, ഈ വർഷത്തെ ഈ പ്ലാൻ പ്രോജക്റ്റുകൾ നടന്നു പോകുള്ളൂ. ഒന്ന്, നമുക്ക് കൃത്യമായ വഴികളുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു നയസമീപനവും കാഴ്ചപ്പാടും വികസന പരിപ്രേക്ഷ്യവും സമീപനവും ഒക്കെ ഉണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. സത്യമായിട്ടും നല്ലൊരു ബഡ്ജറ്റ് തന്നെയായിരുന്നു, നല്ല ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ബഡ്ജറ്റ് തന്നെയായിരുന്നു അദ്ദേഹം പുറപ്പെടുവിച്ചത്. എന്തായാലും ഇദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, DA കുടിശ്ശികയെ കുറിച്ച്. ഈ കുടിശ്ശിക ഉണ്ടാക്കി വെച്ച ആൾക്കാര് ഇപ്പൊ വന്നിരുന്നിട്ട് പറയാ എന്താ കൊടുക്കാത്തതെന്ന്. അതിന് നല്ലൊരു മറുപടി, ഒരു തക്ക മറുപടി ഈ പറയുന്ന വി.ഡി. സതീശൻ സാർ കൊടുക്കുന്നുണ്ടാവും. കേട്ടോക്കി. ചോദ്യം ചോദിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാണ് അദ്ദേഹം. ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാരാണ്? DA കുടിശ്ശിക. സമയത്ത് DA കൊടുക്കാതെ DA കുടിശ്ശിക 19%, DA കുടിശ്ശിക വരുത്തിയിട്ട് അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ വരുത്തിയ കുടിശ്ശികയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗഡു പോലെ ഞങ്ങൾ കുടിശ്ശിക പറ്റില്ല, ഞങ്ങൾ കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോണ പോക്കിലെ ബജറ്റിലെ അടുത്തോളം കൊടുക്കുന്ന എല്ലാ കുടിശ്ശികയും. ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തിവെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണ്. പറയുന്നതിനൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? ആണോ? DA കുടിശ്ശിക പറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക പറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? എത്രായിരം കോടി രൂപയാണ്
ജീവനക്കാർക്ക് കൊടുക്കേണ്ട പൈസ വേറെ കാര്യത്തിൽ ചെലവാക്കി. എന്നിട്ട് ഇത്രയും കടം വരുത്തി വെച്ചിട്ട് 87,000 കോടിയുടെ കടവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വരുത്തി വെച്ച് 5,07,000 കോടിയുടെ കടം വേറെ വരുത്തി വെച്ചിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, നീയെ കുടിശ്ശിക കൊടുക്കല്ലേ? കുടിശ്ശിക ഉണ്ടാക്കിയ ആള് ആ ചോദിക്കാം. കുടിശ്ശികയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കുടിശ്ശിക കൊടുത്തോ എന്ന് ചോദിക്കുക. എടാ, ഇതൊക്കെ ഭരിക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കണ്ടേ? അല്ലാതെ കിട്ടുന്നതെല്ലാം ചുമ്മാ കൊണ്ടുവന്ന് പുട്ടടിച്ച് തീർക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്തായാലും കേരളം കടക്കണിയിലാണ്. എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് വലിയ ഏതാണ്ട് നല്ല കാര്യം ചെയ്യുന്ന പോലെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, സലീം കുമാറിന് സ്മാരകത്തിന് വേണ്ടി 1 കോടി കൊടുത്തപ്പോഴത്തേന് ക്യാപ്സൂൾ കൊണ്ടിറങ്ങിയിരുന്നു. എന്നാൽ അന്ന് സംഭവിച്ചത് എന്താണ്? കെ മാണിയുടെ സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി 5 കോടി അതൊന്നും ഇവർ കണ്ടില്ലായിരുന്നു. അത് കോഴമാണി എന്നൊക്കെ ഇവർ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വേണ്ടിയായിരുന്നു. പിന്നെ നവകേരള ബസ് അത് കണ്ടില്ലായിരുന്നോ? അന്നേരം കേരളത്തിൽ പാവങ്ങളോ പട്ടിണി ദാരിദ്ര്യമോ ഒന്നും ഇല്ലായിരുന്നോ? പിന്നെ ലോകസമാധാനത്തിന് വേണ്ടി 2 കോടി ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലായിരുന്നോ? അതാ പറഞ്ഞത്. പിന്നെ പ്രതിപക്ഷത്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പറയുക. എന്തായാലും അടുത്ത നമ്മുടെ മുഖ്യന്റെ ഒരു ദീർഘവീക്ഷണം കൂടെ ഉണ്ട് മക്കളെ. ഇതൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. എല്ലാ മേഖലകളിലും അദ്ദേഹം എന്താ പറയുക, ഉറച്ച നിലപാടുകളോടുകൂടിയും അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇതൊന്ന് കണ്ടു നോക്കിയേ. ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുന്നത് PPP ആയിട്ട് ഒരു സബ്ജക്ട് തുടങ്ങാറ്. ഗവൺമെന്റും ആർക്കിടെക്ചേഴ്സിന്റെ അവരുടെ ഒരു PPP സംരംഭം തുടങ്ങാറ്. അവിടെ BTech തുടങ്ങും, MTech കൊടുക്കും. എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഡിസൈൻസ് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഡിസൈൻസ് വളരെ മോശമാണ്. സ്കൂളും ആശുപത്രിയും അംഗൻവാടി എല്ലാം കണ്ട ഒരേപോലെ ഇരിക്കും, ഇല്ലേ? സ്റ്റേറ്റിനൊരു ഡിസൈൻ ഉണ്ടാകണം. ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയേഴ്സിനെ, നമ്മുടെ ആർക്കിടെക്ട്സിനെ ഈ ഇത്രയും വലിയൊരു സെൻറ്റർ ഓഫ് എക്സലൻസിൽ പറഞ്ഞു വിട്ട് അവർക്ക് ഓറിയൻറ്റേഷൻ, അതുകൂടിയാണ് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ഓറിയൻറ്റേഷൻ കോഴ്സ് നടത്തണം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി ഉണ്ടായതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? വേറെ ഒരെണ്ണമുണ്ട്, എനിക്കറിയാം. വേറെ ഒരെണ്ണമുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി ഉണ്ടായതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു ആർക്കിടെക്ട്സിനും ഡിസൈൻ, ഇപ്പോൾ ഇവിടെ ആർക്കിടെക്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എനിക്കറിയാം. CET-യിലുണ്ട്, വേറെ കൊല്ലത്തല്ലേ ഒരെണ്ണമുണ്ട്. ഉണ്ട്. ഇത് വേറൊരു സ്ഥാപനം തുടങ്ങാൻ പാടില്ലേ? അത് മതിയാ? പോരാന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ്. അതുപോരാ. 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കൂടുതൽ കുട്ടികൾക്ക് അവസരം കിട്ടില്ലേ? എന്തിനാ ഈ പിള്ളേരെ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കും വിടണമെന്ന് വിചാരിച്ചിട്ടാ? ഒരു സെന്റർ ഓഫ് എക്സലൻസ് വന്നാൽ ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റ് കുട്ടികൾ വരും. അവര് കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ കാനഡയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന കുട്ടികൾ വന്നിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കും. വേണ്ടേ? ഞങ്ങൾ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞ കണ്ട, ഹാർവാർഡിൽ 100 രാജ്യങ്ങളിലെ കുട്ടികളെ പഠിക്കുന്നുണ്ട്. JNU ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വെറുതെ ഞാൻ വന്ന് പറഞ്ഞതല്ല. ഇതൊക്കെ കഴിഞ്ഞ 2 വർഷമായി കഠിനാധ്വാനം നടത്തി, അക്കാഡമീഷ്യൻസിനെ വെച്ച് എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കി, അത് ഞങ്ങൾ വന്നാൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് കൊണ്ടുവന്നാണ്. അത്ര ആത്മാർത്ഥതയാണ് ഈ കാര്യത്തിലേക്കുള്ളത്. ആ പറഞ്ഞ പദ്ധതികളെല്ലാം പുതിയുഗ യാത്രയിലും തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും പിന്നെ ഈ ഡോക്യുമെന്റ് വെച്ചപ്പോഴൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. കുറെ കൂടെ വിശദമായി പഠിച്ചു. അതിൻ്റെ ഫിനാൻഷ്യൽ ലയബിലിറ്റി, അതിൻ്റെ പോസിബിലിറ്റീസ്, അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തി ഇത്രയും ചെയ്താണ്. ഇതാണ് പറയുന്നത് പഠിപ്പും വിവരവും ഉള്ളവരൊക്കെ വന്നിരുന്ന് ഭരിക്കണമെന്ന്. അങ്ങനെ ഭരിക്കുമ്പോഴാണ് ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ നീക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആ ടീച്ചർ പഠിപ്പിച്ചതിന്റെ പരിണിത ഫലമാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു മുഖ്യനെ കിട്ടിയതും ഇദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും വിദ്യാർത്ഥികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളതും. ഇനി ഇവിടെയുള്ള കുട്ടികൾ വെളിയിൽ പോയി പഠിക്കാൻ പാടില്ല, നമ്മുടെ ഇവിടെ തന്നെ പഠിക്കണം, ഇവിടെ നിന്ന് ജോലിക്ക് വേണ്ടി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഇതൊക്കെ പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? 2018 വെള്ളപ്പൊക്ക സമയത്ത് പറവൂരിൽ ഇദ്ദേഹം ഒരു പുനർജനി എന്ന് പറയുന്ന ഒരു പദ്ധതിക്കൊക്കെ രൂപം കൊടുത്തിരുന്നു. അങ്ങനെ ജനങ്ങളെ ഓരോ സമയവും ചേർത്ത് പിടിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ഒരു മന്ത്രി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു MLA ആണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് നമ്മുടെ ഈ പറയുന്ന VD സതീശൻ സാർ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ തൂഫാനിലേക്ക് പോകാം. തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം, എന്റെ പൊന്നും മക്കളെ, കേരളം മൊത്തത്തിൽ കൈയടിച്ചു, നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ കൈയടിച്ച ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന തൂഫാൻ. തൂഫാനിലൂടെ തൂക്കിയത് നിരവധി ആൾക്കാരെയാണ്. പെരുമ്പാവൂരിലൊക്കെ മുമ്പ് അവിടെയുള്ള ആളുകൾക്ക് പോലും അവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അതുപോലെയായിരുന്നു അതിഥി തൊഴിലാളികൾ എന്ന് ഓമന പേരിട്ട് വിളിച്ച ഈ അന്യസംസ്ഥാന ആൾക്കാർ വന്നിട്ടേ അവിടെ അവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. അതെല്ലാം ഇപ്പൊ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്ന തൂഫാൻ എന്ന് പറയുന്ന ഈ ഓപ്പറേഷനിലേക്ക് നമ്മുടെ ലാലേട്ടൻ കൂടെ വാരിയറായിട്ട് കയറിയിട്ടുണ്ട്, തൂഫാൻ വാരിയേഴ്സ് ആയിട്ട്. എന്തായാലും അതിനെക്കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി. ഇന്നലെ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാൽ തൂഫാൻ വാരിയറായി ഇന്നലെ ചേർന്നിട്ടുണ്ട്. തൊടുപുഴയിൽ വെച്ച് ഇന്നലെ അദ്ദേഹം തൂഫാൻ വാരിയറായി ചേർന്നിട്ടുണ്ട്. തൂഫാൻ വാരിയറിൽ ഒരാളായി അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറേ കാലമായി ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്നോട്. വിശ്വശാന്തി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേര് ചേർത്ത വിശ്വശാന്തി എന്ന ഒരു പ്രോജക്റ്റ് 3 വർഷമായി അദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞു.
എല്ലാവരും ശ്രമിക്കുക, അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാവരും ശ്രമിക്കും. പഞ്ചായത്ത്, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാർ. ഇതിനെപ്പറ്റി തന്നെ അങ്ങനെയാണ് ശ്രമിക്കും. വളരെയധികം നന്ദി പറയാം. ഒരുപാട് കുടുംബങ്ങളെ രക്ഷിക്കാം, സ്കൂൾ കുട്ടികളെ രക്ഷിക്കാം. ലാപ്ടോപ്പിക് ബിസിനസ് നാളെ വലിയതല്ല. അതിൽ ഒരു വർഷമായിട്ട് ഞങ്ങള് ലാപ്ടോപ്പിക് കൺട്രോൾ ബ്യൂറോ ആയിട്ട് എന്റെ ഫാദറിന്റെ മദറിന്റെ പേരുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തു. നമുക്ക് തന്നെ ഒരു 10-14 കുട്ടികൾ ഞങ്ങളോട് തന്നെ വന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല, പ്രശ്നം. അപ്പൊ അതിന്റെ ഒരു സ്പാർക്കാണ്. എന്തായാലും ലാലേട്ടനും ഇതിന്റെ അകത്ത് ഒരു ഭാഗമായി മാറിയത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനിയും നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ലഹരി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അത് തുടച്ചു നീക്കുക തന്നെ വേണം. നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു മക്കളെ, അതുകൂടെ ഒന്ന് കേട്ടു നോക്കിയേ. ആംബുലൻസിന്റെ അകത്ത് എന്താ പറയുക, പോകുന്ന സമയത്ത് ഈ ലൈറ്റ് മാത്രം ഇട്ടുകൊണ്ട് പോവുക, അതിന്റെ അകത്ത് ഈ സാധനം ഒളിപ്പിച്ചുകൊണ്ട് പോവുക, പിന്നെ ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ അവരിത് കൊണ്ട് വരിക, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ എടുത്ത് പുറത്ത് കളയുമെന്നാണ് പറഞ്ഞേക്കണേ. ഒന്ന് കിട്ടുമോ? അല്ല, ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആരോഗ്യ, എക്സൈസ്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഈ ഡിപ്പാർട്ട്മെന്റുകളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ നടപ്പാക്കുന്നത്. അത് ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. എല്ലായിടത്തും പോലീസ് അതിസമർത്ഥമായി ഈ മയക്കുമരുന്നിന്റെ വ്യാപനത്തെ തടയാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്. ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരാളുടെയും ശുപാർശകൾ ഈ കാര്യത്തിൽ കേൾക്കാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ ഡ്യൂട്ടിയിൽ ഒരു ദിവസം വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ അല്ലാത്തവരുടെയോ ശുപാർശകൾ കേൾക്കാൻ പാടില്ല. കാരണം ഇത് കേരളീയ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്താ അതാണ് ഇങ്ങനെ പലരും ഉണ്ടാകാം. കാരണം പിടിച്ചോണ്ട് പോയിട്ട് മറ്റൊരുത്തും വിളിച്ചു പറയുമ്പോൾ വിട്ടുകൊടുക്കുന്നത് അത് പാടില്ല. കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. അതാണ് ഇവിടെ സാറ് പറയുന്നത്. പലരും പറയുന്നുണ്ട് പിടിച്ചോണ്ട് പോയിട്ട് അവരെയൊക്കെ കാശ് മേടിച്ചിട്ട് വിട്ടു അയക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ അത് നടക്കത്തില്ല. അത് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഓക്കെ, ബാക്കി കിട്ടും നോക്കാം. എന്താ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞത്, ആംബുലൻസ് രോഗിയില്ല, അതിങ്ങനെ ശബ്ദം മുഴക്കി പോവാണ്. പല ആംബുലൻസിലും ഇത് ഡ്രൈവർമാർ മയക്കുമരുന്ന് വിൽക്കാൻ അത് പ്രേരിപ്പിക്കുന്നതിനുള്ള പരാതി വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്നവരുണ്ടല്ലോ, ആളുകൾ ഈ ജഗ്ഗി ഓൺലൈനിലൂടെ വിളിച്ചു പറഞ്ഞ ഫുഡ് കൊണ്ടുവരുന്നത്, അവരെ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ സ്ഥാപനം, അവരെ പറ്റിയും പരാതി വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് മുന്നറിയിപ്പാണ്, ഈ പരിപാടി അവസാനിപ്പിക്കണം. സൊമാറ്റോ അതോടൊപ്പം തന്നെ സ്വിഗ്ഗി, ഈ വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അവരാണ് ഇതിനെ പലയിടത്തും ഇത് കൊണ്ട കൊടുക്കുന്നത്. കാരണം അവരെ ആരും ചെക്ക് ചെയ്യാറില്ല, ഫുഡ് കൊണ്ടുപോകല്ലേ. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങളിത് അവസാനിപ്പിക്കണം. വെറുതെ ആവശ്യമില്ലാതെ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട നടപടി ഉണ്ടാകരുത്. ഇതുവരെ ചെയ്തൊക്കെ ചെയ്തു, ഇനി ഇത് അവസാനിപ്പിക്കണം. ഇത് ചെയ്താൽ അവരെ ഞങ്ങൾ പോലീസ് പരിശോധിക്കും, കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും. 26-ാം തീയതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് പ്രതിജ്ഞ എടുക്കുകയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കൂളിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണെന്ന് ഈ ജൂൺ 26 അന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പരിപാടി ഉണ്ടാകും. എംപിമാർ പങ്കെടുക്കും. എന്തുവായാലും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി അടിപൊളിയാണ്. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല സാറ് സൊമാറ്റോയും സ്വിഗ്ഗിയെയും കുറിച്ച് പറഞ്ഞ സമയത്ത് കുറച്ച് തെറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ അതാണ് എടുത്ത് ട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ഓരോരുത്തരും ഓരോ പേര് പറയുമ്പോൾ അത് ചിലപ്പോൾ അവർക്ക് ഓർമ്മയിലിരിക്കണമെന്നില്ല. ഈ സൊമാറ്റോ സ്വിഗ്ഗി എന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അത് അറിയായിരിക്കും. കുറെ നമ്മൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് ആ പേരും അത് അങ്ങനെ ഒരു സ്ഥാപനമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നമ്മുടെ എന്താ പറയുക, ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയതിനനുസരിച്ച് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടൊന്നുമല്ല, അദ്ദേഹം അങ്ങ് പറയുകയാണ് മനസ്സിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് എടുത്ത്. അപ്പോൾ അതിനകത്ത് കുറച്ച് തെറ്റ് പേരിൽ ഇങ്ങനെ ഒരു സ്പെല്ലിംഗ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വാഡ് ചെയ്ത് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാൻ പഠിക്കുക. ഈ ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാൻ പഠിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ എല്ലാത്തിനും കൊണ്ടുവന്നിട്ട് എന്ത് പറയുക, പിന്നെ പാര പണിതുകൊണ്ടിരിക്കുക, അല്ലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ എന്ത് വാഡ് ഇതൊക്കെ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. പ്രിയദർശിനി പദ്ധതിയെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ നോക്കിയിരുന്നു. കർണാടകത്തില് സുഖമായിട്ട് നടക്കുന്നു. അവിടെ ആർക്കും എന്താ പറയുക അതിനെ തകർക്കണമെന്നൊന്നുമില്ല. അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ അത് കിട്ടിയത് തന്നെ നല്ലൊരു കാര്യമായിട്ട് അവർ കൊണ്ടു നടക്കുക. നമ്മുടെ കേരളത്തിലെ എത്രയോ പാവങ്ങളുണ്ട്, അവർക്കൊക്കെ അത് നല്ലൊരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനെയൊക്കെ തകർക്കണം. അതിന്റെ ഒരു രീതിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായിട്ടും കമന്റ് ചെയ്യാൻ. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും